നമസ്കാരം. യുവ ഫോമിൽ നിന്നുള്ള യോഗ മാറ്റുകളും പസിൽ മാറ്റുകളും നിർമ്മാണത്തിലെ മുഴുവൻ കഥ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ യുവ ഫോം യോഗ മാറ്റുകളുടെയും പസിൽ മാറ്റുകളുടെയും നിർമ്മാണ പ്രക്രിയയെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. പസിൽ മാറ്റുകൾ യോഗ മാറ്റുകളെ പോലെ യുവ ഫോം ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിനാൽ ഈ പ്രക്രിയയിൽ ഏറെ സാമ്യമുണ്ട്. എന്നാൽ രൂപഭേദങ്ങളും തിക്നെസ്സും ഒപ്പം പ്രത്യേക പഞ്ചിങ് ഘട്ടവും ഉണ്ട്. ഈ വീഡിയോയിൽ ഉടനീളം ഇവ എന്ന് പറയുമ്പോൾ അത് EVA എന്ന 3 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ചേർന്ന എത്തിലിൻ വിനൈൽ അസറ്റേറ്റ് എന്ന തെർമോപ്ലാസ്റ്റിക് ഇലാസ്റ്റോമർ ആണെന്ന് ഓർത്തിരിക്കുമല്ലോ. ഇവ എന്ന മെറ്റീരിയലിന് പ്ലാസ്റ്റിക്കിന്റെയും റബ്ബറിന്റെയും ഗുണങ്ങളുണ്ട് എന്നുകൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇവ ഗ്രാനുകളുകളായിട്ടാണ് മാർക്കറ്റിൽ ലഭിക്കുന്നത്. ഇവയിൽ നിന്ന് ഉൽപ്പന്ന നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് വിവിധ ഇനം കോമ്പൗണ്ടിംഗ് ഇൻഗ്രീഡിയന്റുകൾ കൂടി ചേർക്കേണ്ടതുണ്ട്. റോ മെറ്റീരിയൽ കോമ്പൗണ്ടിംഗ് ആദ്യഘട്ടമായി ഇവ റെസിനൊപ്പം ടേബിൾ 1 പറഞ്ഞിരിക്കുന്ന ഇൻഗ്രീഡിയന്റുകളായ കളർ മാസ്റ്റർ ബാച്ചുകൾ, ബ്ലോയിങ് ഏജന്റ്, അസോഡൈകാർബണമൈഡ് ADC, ക്രോസ് ലിങ്കിങ് ഏജന്റ് ഡൈകുമൈൽ പെറോക്സൈഡ് DCP, ആന്റി സ്ലിപ്പ് അഡിറ്റീവ് സിലിക്ക, UV സ്റ്റെബിലൈസർ, ആന്റി മൈക്രോബിയൽ ഏജന്റ് എന്നിവ ഉയർന്ന വേഗതയിലുള്ള ബ്ലെൻഡറിലോ ബാൻബറിയിലോ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുന്നു. വീഡിയോ ശ്രദ്ധിക്കുക. ഇവിടെ താപനില ഏകദേശം 100 ഡിഗ്രി സെൽഷ്യസ് ആയി നിയന്ത്രിക്കപ്പെടണം. പസിൽ മാറ്റുകൾക്കായി അല്പം കൂടുതൽ ഡെൻസിറ്റി ഉള്ള ഇവ കോമ്പൗണ്ടുകളാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. ബാൻബറി മിക്സറിൽ ഇൻഗ്രീഡിയന്റുകൾ എല്ലാം നന്നായി ഉരുകി ചേരുകയും DCP പ്രീ ക്രോസ് ലിങ്കിങ്ങിന് വിധേയമാവുകയും ചെയ്യുന്നു. എന്നാൽ അസോഡൈകാർബണമൈഡ് ADC എന്ന ബ്ലോയിങ് ഏജന്റ് ഇവ കോമ്പൗണ്ട് ഡൈകളിലോ മോൾഡുകളിലോ എത്തുമ്പോൾ മാത്രം ഏകദേശം 180-നും 200 ഡിഗ്രി സെന്റിഗ്രേഡിനും ഇടയിൽ വിഘടിച്ച ഇവ ഫോം ആയി മാറുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ബാൻബറി മിക്സിംഗ് 100 മുതൽ 110 ഡിഗ്രി സെന്റിഗ്രേഡിന് ഇടയ്ക്കും 8 മുതൽ 10 മിനിറ്റ് സമയത്തിനുള്ളിലും പൂർത്തിയാക്കേണ്ടതാണ്. ഇങ്ങനെ ലഭിക്കുന്ന ഹോമോജിനസ് ആയിട്ടുള്ളതും സ്ഥിരതയുള്ളതും ആയ ഫോം റെഡി കോമ്പൗണ്ട് ആണ് അന്തിമ ഉൽപ്പന്നമായ യോഗ മാറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. കംപ്രഷൻ മോൾഡിംഗ് ആൻഡ് ഫോം എക്സ്പാൻഷൻ 2 രീതികളാണ് ഇവ ഫോം മോൾഡിങ്ങിന് സാധാരണയായി ഉപയോഗിച്ചു വരുന്നത്. ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ചുള്ള കംപ്രഷൻ മോൾഡിംഗ് ആണ് ആദ്യത്തേത്. ഇത് കൂടാതെ എക്സ്ട്രൂഡർ ഉപയോഗിച്ച് കംപ്രഷൻ ഇല്ലാതെയും യോഗ മാറ്റ് നിർമ്മാണം പൂർത്തിയാക്കാവുന്നതാണ്. ആദ്യം ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ചുള്ള നിർമ്മാണ രീതി പരിശോധിക്കാം. യോഗ മാറ്റ് മോൾഡിങ്ങിന് തയ്യാറായിരിക്കുന്ന ഇവ കോമ്പൗണ്ടിനെ കംപ്രഷൻ മോൾഡിങ്ങിന് ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് പ്രസിൽ ഏകദേശം 200 ഡിഗ്രി സെന്റിഗ്രേഡ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റീൽ മോൾഡിലേക്ക് ഫില്ല് ചെയ്യുന്നു. എക്സ്പാൻഷൻ ഉള്ള കോമ്പൗണ്ട് ആയതിനാൽ മോൾഡ് ഫില്ലിങ്ങിന് പ്രോഡക്റ്റ് വോളിയത്തിന്റെ 25% കോമ്പൗണ്ട് മാത്രം ഫില്ല് ചെയ്താൽ മതിയാകും. അതായത് എക്സ്പാൻഷൻ ഒറിജിനൽ കോമ്പൗണ്ട് വോളിയത്തിന്റെ 4 ഇരട്ടി ലഭിക്കുമെന്ന അനുപാതത്തിൽ. സാധാരണയായി യോഗ മാറ്റുകളുടെ തിക്നെസ് 6 mm ആയി മെയിൻറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഹൈഡ്രോളിക് പ്രസിൽ 12 mm എക്സ്പാൻഷനോട് കൂടിയ ഫോം നിർമ്മിക്കാൻ കഴിഞ്ഞാൽ സ്പ്ലിറ്റർ ഉപയോഗിച്ച് 12 mm ഫോമിനെ സ്പ്ലിറ്റ് അഥവാ സ്കൈവ് ചെയ്ത് 2 മാറ്റുകളാക്കി മാറ്റാൻ കഴിയും. സാധാരണ നിർമ്മാതാക്കൾ എല്ലാം ഈ മാർഗം സ്വീകരിക്കുന്നുണ്ട്. വീഡിയോ ശ്രദ്ധിക്കുക. സാധാരണ പസിൽ മാറ്റുകളുടെ തിക്നെസ് 10 mm കൂടുതലാണ്. അതിനാൽ മോൾഡിൽ ഫോം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കൂടുതൽ കോമ്പൗണ്ട് ഉപയോഗിക്കേണ്ടതുണ്ട്. എക്സ്ട്രൂഷൻ പ്രോസസ്. ഇനി മോൾഡിങ്ങിന് രണ്ടാമത്തെ രീതിയായ എക്സ്ട്രൂഷൻ പരിശോധിക്കാം. ഇവിടെ ഇവ മിശ്രിതം എക്സ്ട്രൂഡറിലേക്ക് അയക്കുന്നു. വിവിധ ബാരൽ സോണുകളിലൂടെ മിശ്രിതം സ്ലോ ആയി ചൂടാകുന്നു. ഫീഡ് സോൺ 50 ഡിഗ്രി സെന്റിഗ്രേഡ്, മെറ്ററിംഗ് സോൺ 80 ഡിഗ്രി സെന്റിഗ്രേഡ്, മിക്സിംഗ് സോൺ 100 മുതൽ 110 ഡിഗ്രി സെന്റിഗ്രേഡ്. ഇങ്ങനെയാണ് ഹീറ്റിംഗ് സോണിലെ ടെമ്പറേച്ചർ ക്രമീകരണം. ഫോമിംഗ് ആൻഡ് എക്സ്പാൻഷൻ ഓൺ കൺവെയർ. T ടൈപ്പ് ഡൈ വഴി പുറത്തു വരുമ്പോൾ 30 മുതൽ 50 സെന്റിമീറ്റർ വരെ ഫോം സ്വതന്ത്രമായി പടർന്ന ശേഷമാണ് ചിൽഡ് കൺവെയറിൽ പ്രവേശിക്കുന്നത്. ഇവിടെ ടെമ്പറേച്ചർ 15-നും 25 ഡിഗ്രി സെന്റിഗ്രേഡിനും മധ്യേ നിലനിർത്തുന്നു. ഇൻഫ്രാറെഡ് വൾക്കനൈസേഷൻ. ഫോം മാറ്റ് ഇപ്പോൾ ഒന്നാമത്തെ കൺവെയറിൽ നിന്ന് ഇൻഫ്രാറെഡ് അഥവാ IR ചേംബറിലേക്ക്
രണ്ടാം കൺവെയറിലൂടെ കടക്കുന്നു. 6mm മാറ്റുകൾക്കായി IR ഹീറ്റിംഗ് ഏകദേശം 180 മുതൽ 200 ഡിഗ്രി സെന്റിഗ്രേഡ് താപനിലയിൽ 3 മുതൽ 4 മിനിറ്റുകൾ നീളുന്നു. വീഡിയോ ക്ലിപ്പ് ശ്രദ്ധിക്കുക. ട്രിമ്മിംഗ് ആൻഡ് പാക്കിംഗ്. വൾക്കനൈസ്ഡ് ഇവ ഷീറ്റുകൾ ഇപ്പോൾ കൃത്യമായ വലിപ്പത്തിൽ കട്ട് ചെയ്ത പാക്കിംഗ് വിഭാഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. സാധാരണയായി ഒരു യോഗ മാറ്റിന് 180x60x 0.6 ആണ് സൈസ്. അതായത് പ്രോഡക്റ്റ് വോളിയം 6480 സെന്റിമീറ്റർ ക്യൂബും ഡെൻസിറ്റി 0.25 സെന്റിമീറ്റർ ക്യൂബും ആണ്. അതിനാൽ ഒരു യോഗ മാറ്റിന്റെ ഭാരം ഏകദേശം 405 ഗ്രാം മാത്രമായിരിക്കും. അതുകൊണ്ടാണ് യോഗ മാറ്റുകൾ ലൈറ്റ് വെയ്റ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. അവസാനമായി ഓരോ യോഗ മാറ്റും ക്വാളിറ്റി പാരാമീറ്ററുകളായ റീബൗണ്ട് പ്രോപ്പർട്ടി എബോവ് 30%, കംപ്രഷൻ സെറ്റ് ബിലോ 20%, ഓർഡർ റെസിസ്റ്റൻസ് തുടങ്ങിയവ ഉറപ്പുവരുത്തേണ്ടതാണ്. പസിൽ ഷേപ്പ് കട്ടിംഗ് ആൻഡ് ഇന്റർലോക്ക് പഞ്ചിങ്. പസിൽ മാറ്റിന്റെ പ്രത്യേകത അവ ഇന്റർലോക്കിംഗ് രൂപത്തിലുള്ളതാണ് എന്നതാണ്. വൾക്കനൈസ്ഡ് ഇവ ഷീറ്റുകൾ ലേസർ കട്ടിങ്ങോ സ്പെഷ്യൽ ഡൈ കട്ടിങ്ങോ മുഖേന ഇന്റർലോക്ക് ആകുന്ന പസിൽ ഷേപ്പുകളായി കട്ട് ചെയ്യുന്നു. വീഡിയോ ശ്രദ്ധിക്കുക. സമ്മറി. ഇതോടെയാണ് ഇവ ഫോം യോഗ മാറ്റുകളുടെയും പസിൽ മാറ്റുകളുടെയും നിർമ്മാണം പൂർത്തിയാകുന്നത്. ഈ പ്രക്രിയയിലെ ഓരോ ഘട്ടവും വളരെ ശ്രദ്ധയോടെയും കൃത്യമായ നിയന്ത്രണങ്ങളോടെയും നടത്തിയാൽ മാത്രമേ നല്ല ഗുണമേന്മയുള്ള ഉൽപ്പന്നം ഉണ്ടാകൂ. പസിൽ മാറ്റുകൾ വിവിധ തരം രൂപങ്ങളെ ആധാരമാക്കി ഗ്രൂപ്പുകളായി പാക്ക് ചെയ്യപ്പെടുന്നു. ഉദാഹരണമായി ആൽഫബറ്റ്സ്, നമ്പേഴ്സ്, ആനിമൽസ് തുടങ്ങിയ മോഡലുകൾ. നമുക്ക് ഇഷ്ടമുള്ള യോഗ മാറ്റുകളും പസിൽ മാറ്റുകളും എങ്ങനെ ഉണ്ടാകുന്നു എന്നറിയാൻ ഈ വീഡിയോ പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമല്ലോ. കൂടുതൽ അറിയുന്നതിന് ബന്ധപ്പെടാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.